നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ മഹാഗണപതിക്ക് ജയ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അസ്മദ് ഗുരുചരണാരവിന്ദാഭ്യം നമഃ. ഹരേ ശ്രീകൃഷ്ണായ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭക്തിയുടെ മഹിമ ശ്രീമദ് ഭാഗവതത്തിലൂടെ അനവധി രാജാക്കന്മാരുള്ള അവരുടെ യജ്ഞങ്ങളിലൂടെയും അതുപോലെ തന്നെ ഭഗവാനെ സേവിച്ചുകൊണ്ടും കാലങ്ങൾ കഴിച്ച അനവധി മനുവംശത്തിലെ രാജാക്കന്മാർ, കുരുവംശത്തിലെ രാജാക്കന്മാർ, ഇതിലെല്ലാം ഉപരിയായിട്ട് സാക്ഷാത് ശ്രീ പരീക്ഷിത്തിൽ മാത്രമാണ് ശ്രീമദ് ഭാഗവതം മുഴുവനും ഗംഗാനദിക്കരയിൽ വെച്ച് ശ്രീ ശുകബ്രഹ്മർഷി പാടിക്കൊടുത്തത്. അവിടെ അനവധി ഋഷീശ്വരന്മാരുണ്ടല്ലേ. വ്യാസഭഗവാനുണ്ട്, സനകാദി മഹർഷിമാരുണ്ട്, സൂതനുണ്ട്, വ്യാസൻ ഭഗവാനുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ശ്രീശുകൻ തന്നെ അത് പാടാൻ വന്നത് അവിടെ അല്ലേ? 16 വയസ്സ് പ്രായമുള്ള ശ്രീ ശുകബ്രഹ്മർഷി അവധൂത വേഷനായിട്ട് പരീക്ഷത്തിൻ്റെ മനസ്സറിഞ്ഞ് തനിക്ക് ഒരു മഹർഷിയുടെ ശാപം കണ്ട് 7 ദിവസം കൊണ്ട് തക്ഷകെന്ന സർപ്പം കടിച്ചു മരിക്കും എന്ന ശാപം കിട്ടിയതോടുകൂടി ഇതിന് പോം വഴിയായിട്ട് മരിക്കാൻ പോകുന്ന ഒരാൾ പോകാൻ വഴിയായിട്ട് എന്താ ചെയ്യേണ്ടത്? അതിനെ ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു, ശ്രീമദ് ഭാഗവത കഥാശ്രവണം. കഥാശ്രവണം എന്നാൽ ശ്രീശുകൻ തന്നെ ഈ കഥ പാടാൻ എന്തുകൊണ്ട് എത്തിയവിടെ? അതാണ് പരീക്ഷത്തിൻ്റെ ഭക്തി. ഹൃദയ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ആ ശ്രീഹരിയെ ശംഖുചക്ര കഥാപാതണിയായിട്ട് കണ്ട് വിഷ്ണുരാധൻ എന്ന പേരോടുകൂടി അവതരിച്ച പരീക്ഷത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉണ്ണിയായിരിക്കുമ്പോൾ കാണുകയാണ്. അശ്വമേധയാഗം യുധിഷ്ഠിര മഹാരാജാവ് അശ്വമേധം നടത്തുമ്പോൾ ഉണ്ണിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ സാധാരണ മനുഷ്യനായിട്ട് അവതരിച്ച് ഓടക്കുഴലൊക്കെ കയ്യിൽ വെച്ച് രത്നകിരീടങ്ങൾ അല്ലേ മഞ്ഞപ്പട്ട കൊടുത്തി. അപ്പോൾ അന്ന് ശ്രീ യുധിഷ്ഠിര മഹാരാജാവോ മറ്റുള്ള കൂട്ടുകാരോ ഇതാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കൊടുത്തില്ല പരീക്ഷത്തിന്. പലരും ചോദിക്കാം, പരീക്ഷത്ത് ജനിച്ച ശേഷം ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹം കഴിഞ്ഞ് വരുമ്പോൾ ചോദിച്ച ചോദ്യമാണ്. പരീക്ഷത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഉണ്ണിയായിരുന്നു, ആരും പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് ദിഗ്വിജയം നടത്തുമ്പോൾ സജ്ജനങ്ങൾ എന്താ പറഞ്ഞത്? സാക്ഷാ ശ്രീകൃഷ്ണ ഭഗവാൻ രക്ഷിച്ച മകനാണിതാ വരുന്നത്. ഇത് കേട്ടപ്പോഴാണ് ഈ ശ്രീകൃഷ്ണൻ ആരാ എന്ന് ചോദിക്കുന്നത്. പക്ഷേ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതം കേൾക്കാൻ പരീക്ഷത്തിന് ഭാഗ്യമുണ്ടായില്ലേ? എന്തുകൊണ്ടാണ് ശ്രീശുകൻ തന്നെ കഥ പാടാനെത്തിയത്? ഭാരതമഹായുദ്ധമെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചു, അല്ലയോ കൃഷ്ണ, നീ ഞങ്ങൾക്ക് കൂട്ടുകാരനായിട്ടും ജ്യേഷ്ഠനായിട്ടും ഉപദേശകനായിട്ടും സാരഥിയായിട്ടും ഭഗവാനായിട്ടും എല്ലാം ഞങ്ങളൊപ്പം ഉണ്ടായി. പക്ഷേ എനിക്കെന്തോ യുദ്ധക്കളത്തിൽ ഇത്രയും ആളെയും വധിച്ചതുകൊണ്ട് ഞാൻ ചെയ്തതൊരു പാപകർമ്മമാണെന്ന് തോന്നുന്നു. അത് പോകാൻ എന്ത് ചെയ്യണം? ഇത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, 1,00,000 ആൾക്ക് അന്നദാനം കൊടുത്താൽ മതിയെന്ന്. കൃഷ്ണ, 1,00,000 ആൾ അന്നദാനം കഴിച്ചു എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? കൃഷ്ണൻ പറഞ്ഞു, ആ ഒരു മണി കെട്ടാം, അതടിച്ചാൽ 1,00,000 ആൾ ഉന്നയിച്ചു. യുധിഷ്ഠിരൻ ചോദിച്ചു, നീയേ ഒരു കള്ളൻ, നിന്നെ മണി അടിച്ചില്ലെങ്കിലോ? കൃഷ്ണൻ നമ്മളെ കളിപ്പിക്കുന്ന ഒരാൾ തന്നെയാണല്ലേ. പക്ഷേ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില്ല അല്ലേ?
ആ മാഗ്നറ്റിക് പോലെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ഒരു മാസം നമ്മൾ അറിയാതെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഗുരുവായൂരിനടയിൽ കൊണ്ട് നിർത്തിയാൽ മതി, അടുത്ത മാസം അവിടെ എത്തിക്കഴിയണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആ മനസ്സ്, സന്മനസ്സ് അല്ലേ. വിടില്ല നമ്മളെ അല്ലേ. അങ്ങനത്തെ ആളാണ് ഉണ്ണിക്കണ്ണൻ അല്ലേ. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ഇല്ല ഞാൻ ശരിയായിട്ടും കെട്ടാൻ അടിക്കും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ 9 മണി മുതൽ അന്നദാനം തുടങ്ങി വൈകുന്നേരം 5 മണി വരെ. 3-ാം ദിവസം കാലത്ത് 10 മണിയായപ്പോൾ ബെല്ലടിച്ചു. മണി അടിച്ചപ്പോൾ കൃഷ്ണ 1,00,000 ആൾ ഊണ് കഴിച്ചുവോ എന്ന് യുധിഷ്ഠിരൻ ഓടി വന്നു. ഭഗവാൻ പറഞ്ഞു, നമുക്ക് പോയി നോക്കാം. ഡൈനിങ് ഹാൾ ചെന്ന് നോക്കിയപ്പോൾ ഒരാളാ ഊണ് കഴിക്കണം. ആരാ? ശ്രീശുഖൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, 1,00,000 ആൾ കഴിച്ച ബലമായി പൊക്കോ. അപ്പോൾ ശ്രീശുഖൻ എന്താ, അദ്ദേഹം എല്ലാ ജീവജാലങ്ങളിലും സാക്ഷാത് ശ്രീഹരി ഉണ്ടെന്ന് മനസ്സിലാക്കിയ ജ്ഞാനിയാണ്. അതുകൊണ്ടാണ് ഉപനയനം കൂടി വേണ്ട എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് ഉപനയനം കൂടി ആവശ്യമില്ല. യാതൊരു വികാരങ്ങളില്ല, എല്ലാത്തിലും വിരക്തി വന്ന ആളാണ് ശ്രീ സുഖബ്രഹ്മർഷി അല്ലേ. അതുകൊണ്ടല്ലേ 16-ാമത്തെ വയസ്സിൽ ഗംഗാനദിക്കര എവിടെയും സ്ഥിരമായിരിക്കാത്ത ഒരാളാണ് അദ്ദേഹം ഇല്ലേ. സ്ഥിരമായിരിക്കില്ല, 1 മണിക്കൂറോ 1/2 മണിക്കൂറോ ഇരുന്ന പക്കളയുന്ന ആളാണ്. പക്ഷേ ഇവിടെ പരീക്ഷത്തിന് വേണ്ടി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആ കഥകളെ പാടിക്കൊടുത്ത 7 ദിവസം അല്ലേ. അവസാനം അവപ്രസ്നാനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഹലിയോ പരീക്ഷത്തെ, നീ മഹാഭാഗ്യശാലിയാണ്. നിന്നെ ഭഗവാൻ ഗർഭത്തിൽ നിന്ന് രക്ഷിച്ചു, അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും അല്ലേ. ഇപ്പോൾ നിനക്കൊരു ശാപമാണല്ലോ, തക്ഷകം കടിച്ച് മരിക്കട്ടെ എന്ന്. ആ സർപ്പത്തിൽ നിന്നും ഭഗവാൻ രക്ഷിക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷിത്ത് പറഞ്ഞു, ഇല്ല, ഇവിടെ ഭഗവാൻ എന്നെ രക്ഷിക്കാൻ വരില്ല. എന്താ കാരണം? ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു കർമ്മവും എനിക്ക് ബാക്കിയില്ല ചെയ്യാനായിട്ട്. അവരവരുടെ കർമാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പൊക്കോളണം അല്ലേ. നമ്മൾ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു, ആൺമക്കൾക്ക് കല്യാണം കഴിഞ്ഞു, മരുമകൾ വന്നു ഒക്കെ കഴിഞ്ഞാൽ ഒരു 65-70 വയസ്സൊക്കെ ആയാൽ ഭഗവാൻ വിളിച്ചാൽ പുറപ്പെട്ടോളണം. ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് എക്സ്റ്റൻഷൻ ഉണ്ടോ എന്നൊന്നും ചോദിക്കരുത് അല്ലേ. കാരണം നമ്മൾ ഭൂലോകത്തിൽ എത്രത്തോളം അധികം താമസിക്കുന്നുണ്ടോ അത്രയും കാലം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ബാധ്യതയായി തീരും ഒടുക്കം ഇല്ലേ. ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തന്നു, എനിക്ക് 64 ഗുണങ്ങളുണ്ട്, 28 തത്വങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ 3 അനുഷ്ഠാനങ്ങൾ, കർമാനുഷ്ഠാനം, ധർമാനുഷ്ഠാനം, ഭാഗവതാനുഷ്ഠാനം, പഞ്ചയജ്ഞങ്ങൾ. അനവധി ഭാര്യമാരെ കല്യാണം കഴിച്ചുവെങ്കിലും ഗൃഹസ്ഥാശ്രമം എങ്ങനെയാണെന്ന് അഭിനയിച്ച് കാണിച്ചു ഭഗവാൻ ഇല്ലേ. അവസാനമായിട്ട് എല്ലാ തത്വങ്ങളെയും നമുക്ക് ഒരു മനുഷ്യനായി ജനിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ 125 വയസ്സ് വരെ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു. ഇതിനുപരിയായിട്ടാണ് യുദ്ധക്കളത്തിൽ വെച്ച് തൻ്റെ 89-ാമത്തെ വയസ്സിൽ അർജുനന് വേണ്ടി ഏറ്റവും വിശിഷ്ടപ്പെട്ട തൻ്റെ 18 വിഭൂതികളായ ശ്രീമദ് ഭഗവത്ഗീത പാടിക്കൊടുത്തത് അല്ലേ. അവിടെ പുരുഷോത്തമ മോഹത്തിൽ ഭഗവാൻ പറഞ്ഞു, മനുഷ്യന്മാരെല്ലാം ഒരു ആലമരം പോലെയാണ് അല്ലേ. വാർദ്ധക്യം വരുമ്പോൾ ദേഹമൊക്കെ ചുക്കി ചുളുങ്ങി എവിടെയെങ്കിലും താഴെ വീണ് നമ്മുടെ മരണം എവിടെയാണെന്ന് അറിയില്ലല്ലോ. കൊട്ടപ്പായിലോ നടു റോട്ടിലോ കൊടും കാട്ടിലോ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ കുളിക്കുമ്പോഴോ ഇപ്പോൾ വേണമെങ്കിലാകാം അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. ഈ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന സർവ്വചരാചരങ്ങളിലും മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണമില്ലാത്ത സ്ഥലമില്ല. ഗോകുലത്തിൽ ഉദ്ധവർ ചെന്നപ്പോൾ എന്താ കണ്ടത്? അവിടുത്തെ കല്ലും മണ്ണും പൂക്കളും ചെടികളും കൊടികളും എല്ലാം കൃഷ്ണ 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 എന്ന നാമത്തിലേ. അങ്ങനെ ആ ഗോപികന്മാരെ പരമപ്രേമ, അവർ വ്രതം അനുഷ്ഠിച്ചിട്ടില്ല, വേദങ്ങളറിയില്ല, ശാസ്ത്രങ്ങളിലില്ല, യാതൊന്നും അറിയാത്ത ഗോപികന്മാരെ സദാസർവനേരവും കൃഷ്ണ 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 എന്ന നാമോച്ച ജപിച്ച് ജപിച്ച് രാവിലെ 3 മണിക്കണീറ്റ് ഉമ്മറപ്പടിക്ക് ചാണകവെള്ളം തെളിച്ച് കോലയിട്ട് കഴിഞ്ഞാൽ തൈര് കടയാൻ തുടങ്ങുമ്പോഴേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന അച്യുതാനന്ദ ഗോവിന്ദ മാധവ അല്ലേ. ആ നാമജപത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറയില്ല. എല്ലാ യോഗങ്ങളിലേക്കാട്ടിലും കർമ്മയോഗം, ജ്ഞാനയോഗം എല്ലാത്തിനും ഉപരിയിലായിട്ടാണ് ഭക്തിയോഗം എന്ന് കപിലനായി അവതരിച്ച ഭഗവാൻ ദേവകുതിക്ക് ഉപദേശിച്ചു കൊടുത്തു.
നമുക്കും കലികാലത്തിൽ അത് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഭഗവാൻ ഉപദേശിച്ചായിക്കൊണ്ടുള്ള വ്രതങ്ങളോ ഒരു ഏകാദശി വ്രതം നമ്മളെ കൊണ്ട് അനുഷ്ഠിക്കാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല. എന്താ കാരണം? കാലത്തെണീറ്റാൽ 8 മണിക്ക് 4 ഇഡ്ഡലി കഴിച്ചാൽ 3 ഗുളിക മുഴുങ്ങണം. എന്താ? BP, ഷുഗർ, കൊളസ്ട്രോള് എല്ലാം ഉണ്ട് അല്ലേ? അത് വ്രതം ആചരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് സാധിക്കാത്ത ഗംഗ, ഗീത, ഗായത്രി, അഭിച്ചു, തുളസിക, ഗോപിക, ചന്ദനം തത് സാളഗ്രാമാതിപൂജ തതൈ പുരുഷ ഏകാദശി നാമവർണ്ണ. ഇതൊന്നും നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ഭഗവാന്റെ അടുക്കലേക്ക് എത്താൻ 9 മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ഇതൊന്നും 8 നമുക്ക് സാധിക്കില്ല. 9ാമത്തെ ഒറ്റ മാർഗമാണ് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അല്ലേ? ഭഗവാനോടുള്ള പരമപ്രേമ ഭക്തിയാണ് നമുക്ക് ഭഗവാനോടുള്ള സാമീപ്യം ഉണ്ടാക്കുന്നത്. ഭഗവാനോടുള്ള സാമീപ്യം, സാരൂപ്യം, സായുജ്യം, മുക്തി, ഈ അവസാനത്തെ 3 ഇല്ലെങ്കിലും ഭഗവാനോടുള്ള സാമീപ്യം നമുക്കുണ്ടാകണം. ഏതൊരു കുചേലനാണോ സുഹൃതത്തിൻ്റെയും സഖ്യത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും ഭക്തിയുടെയും ഇടകലർന്ന 4 പിടി അവർ കൊണ്ടുപോയത് ഭഗവാനെ കാണാനായിട്ട്, നമ്മളാൽ ഇന്നും ആ ഭഗവാനെ ഒരു പിടി അവർ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഭക്തിയോടുകൂടി ഇല്ലേ? കാരണം നമുക്ക് എല്ലാ ഐശ്വര്യാദികളുണ്ട്, ബന്ധുക്കളുണ്ട്, ധനമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഭഗവാനിലേക്ക് അടുക്കലേക്ക് എത്താൻ സാധിക്കാത്ത ഒരു ദാരിദ്ര്യമാണ് നമുക്കെല്ലാവർക്കും. അതിനെന്താ വഴി? ആ ദാരിദ്ര്യം പോയി ഭഗവാനെ സേവിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ സജ്ജന സംസർഗം, ആ വഴിക്ക് ഭഗവാന്റെ കഥകളെ ശ്രവണം ചെയ്യുകയും ദിവസേന ഒരു അരമണിക്കൂറെങ്കിലും നാമം ജപിക്കണം. നമ്മുടെ 7.5 കോടി ജന്മം കഴിഞ്ഞ നമ്മുടെ ഹൃദയത്തിൽ പാറാങ്കല്ല് പോലെ അടച്ചു കിടക്കുന്ന ചളി അത് കഴുകിക്കളയണമെങ്കിൽ ഹോസ് പൈപ്പ് കൊണ്ട് വെള്ളം അടിച്ചാൽ പോരാ. നമ്മൾ ദേഹശുദ്ധി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ദേഹം എപ്പോഴാണ് ശുദ്ധമാകണത്? ദേഹം മുഴുവനും നവദ്വാരങ്ങൾ മുഴുവൻ ദുർഗന്ധമുള്ളതാണ്. ഇതെപ്പോഴാണ് ശുദ്ധമാകുക? ഇതൊരിക്കലും ശുദ്ധമാകുന്നില്ല അല്ലേ? അപ്പോൾ മനസ്സെങ്കിലും നമുക്ക് ശുദ്ധമാകണം. എന്ത് ചെയ്യണം? നാമജപം. നാമജപം കൊണ്ട് മാത്രമേ മനഃശുദ്ധി ഉണ്ടാവുള്ളൂ. ആ മനഃശുദ്ധി, സന്മനസ്സുണ്ടാകണം. നമ്മുടെ വീട്ടിലൊരു വേലക്കാരൻ എന്തെങ്കിലും കൊണ്ടുവന്നു എന്ന് വയ്ക്കുക, അത് അവൻ തരാൻ മടിക്കുകയാണ് എന്ന് വെച്ചാലും, ഒരിക്കലും യജമാനന് വേണ്ടി ഒരു വേലക്കാരൻ നല്ലൊരു മാമ്പഴം, നല്ല പഴുത്ത മാമ്പഴം, അതയാൾ തൻ്റെ മേൽവസ്ത്രത്തിൽ പൊതിഞ്ഞ് കയ്യിൽ പിന്നാലെ പിടിച്ചിരിക്കുക. യജമാനൻ ചോദിച്ചു, എന്താ നീ പിൻവശത്ത് പിടിച്ചിരിക്കണത്, എന്താ അത് എന്ന് ചോദിച്ചു. ഇതൊരു പഴമാണ്, അങ്ങ് ഇത് സ്വീകരിക്കുമോ എന്തോ എനിക്കറിയില്ല. എൻ്റെ ഗൃഹത്തിൽ ആദ്യമായി കഴിച്ചൊരു മാമ്പഴം, നല്ല മധുരമുള്ള മാമ്പഴമാണ്, കൊണ്ടുവാ, താ. അങ്ങനെ മേടിക്കാനുള്ള സന്മനസ്സ് വേണം. നമ്മൾ വിചാരിക്കണ്ടേ ഇവന് തൊടാമോ, തൊട്ടാ വല്ല വ്യാധി നമുക്ക് വരുമോ എന്നൊക്കെയാണ് നമ്മുടെ വിചാരങ്ങൾ. പക്ഷേ ഭഗവാൻ ഏത് രൂപത്തിൽ നമ്മുടെ അടുക്ക് വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ? ഭഗവാൻ ഏത് രൂപത്തിലും ഭക്തന്മാരെ രക്ഷിക്കാൻ എത്തുന്നു പറയും. ഏത് രൂപത്തിലാണ്, ഉണ്ണിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ വേറെ ആളെ റെപ്രസെൻ്റ് ആയിട്ടോ ഏതെങ്കിലും ഒരു ഭക്തൻ വഴിക്കോ നമ്മളെ രക്ഷിക്കാൻ ഭഗവാൻ എത്തിക്കും അല്ലേ? ഒരിക്കൽ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാൽ നമുക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? പരമപ്രേമ ഭക്തി വേണം അല്ലേ? ഭഗവാൻ ഒരിക്കൽ കല്യാണം കഴിഞ്ഞ് രുക്മിണി സ്വയംവരം കഴിഞ്ഞപ്പോൾ രുക്മിണിയോട് പറഞ്ഞു, നമ്മളും ഈ ദ്വാരകാപുരി വിട്ട് ഒരു ഗ്രാമത്തിൽ ചെന്ന് ഒരു കുടിലുണ്ടാക്കി സാധാരണ ആൾക്കാരെ ജീവിക്കാം കുറച്ച് കാലത്തേക്ക്. രുക്മിണി പറഞ്ഞു, ശരി പോവാം. ഒരു ഗ്രാമത്തിൽ ചെന്നു. ആ ഗ്രാമത്തിൽ ചെന്ന് കുടിലുണ്ടാക്കി അവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ രുക്മിണി പറഞ്ഞു, പച്ചക്കറിയും പരിപ്പരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരൂ, എന്നാലല്ലേ ആഹാരം ഉണ്ടാക്കാൻ പറ്റൂ. സാധാരണ മനുഷ്യനെ പോലെയല്ല നമ്മൾ. അപ്പോൾ വാങ്ങിക്കൊണ്ട് വരും. കൃഷ്ണൻ പോയി എല്ലാം മേടിച്ചു കൊണ്ട് വരിക. വരുന്ന വഴിക്ക് ഒരുപാട് വാർദ്ധക്യം വന്ന ഒരു സ്ത്രീ പെട്ടെന്ന് താഴത്ത് വീണു. ഭഗവാൻ വേഗം പൊക്കിയെടുത്ത് ഇരുത്തി വെള്ളമൊക്കെ കൊടുത്തു, തടവി കൊടുത്തു. അപ്പോൾ അത് നോക്കിക്കൊണ്ടുന്നൊരു സ്ത്രീ പറഞ്ഞു, ഇവർക്ക് ആരുമില്ല, അനാഥയാണ്, വാർദ്ധക്യം ഒരുപാടായി, ഇങ്ങനെ വല്ലതും കിട്ടിയാൽ ജോലി ചെയ്ത് എന്തെങ്കിലും വീടുകൾ പല ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് കഴിയണമെന്ന് പറഞ്ഞു. ആ സ്ത്രീ ചോദിച്ചു, നീ കൃഷ്ണനെ പോലെ ഉണ്ടല്ലോ, നീ കൃഷ്ണനാണോ എന്ന്. ഭഗവാൻ അമ്പരന്ന് പോയി, എൻ്റെ ഭക്തി
ഭക്ത, ഞാൻ ഏത് രൂപത്തിലും വന്നാൽ എന്നെ കാണാൻ സാധിക്കുന്ന ഒരു ഭക്ത. അങ്ങനെ വേണം നമ്മളും. ഏത് രൂപത്തിൽ വന്നാലും ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കണം. കൃഷ്ണൻ പറഞ്ഞു, എന്നെ അമ്മയുടെ മകനായി വിചാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ എൻ്റെ വീട്ടിലേക്ക് വാ, ഇനി എൻ്റെ മകനാണെന്ന് പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലേക്ക് വന്ന് കുറച്ച് താമസിക്കുക എൻ്റെ കൂടെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയുണ്ട് അവിടെ, ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി അതൊക്കെ മേടിച്ചു കൊണ്ട് പോകാം. ഇവിടെ ഈ കൃഷ്ണൻ എന്ത് ചെയ്യാറ്, വാങ്ങിക്കൊണ്ട് വന്നതൊക്കെ അത് അമ്മയെ വാർദ്ധക്യം വന്ന് അമ്മേനെ ഏൽപ്പിച്ചു. വീട്ടിൽ കൊണ്ടാക്കിയതൊക്കെ കൊടുത്തു, ആഹാരത്തിനുള്ളതൊക്കെ കൈ വീശി വന്നു. രുക്മിണി ആഹാരം ഉണ്ടാക്കണ്ട, എവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു? ഒന്നും പറയണ്ട, വഴിയിൽ വെറുതെ കണ്ടു, ഇതൊക്കെ കൊടുത്തു. വന്നു രുക്മിണി പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് പോയി. കൃഷ്ണൻ അറിയാം രുക്മിണി ദേഷ്യത്തിലാണെന്ന്. പിന്നാലെ പോയി എന്ത് ചെയ്തറിയാം, ഈ കോലവിട മാവ് രുക്മിണി ദേവി കോലമാവ് അരച്ച് വെച്ചിരിക്കുക. കൃഷ്ണൻ എന്ന് വിചാരിച്ചോ ഇത് കലക്കി ഹോർലിക്സ് മാറി കുടിച്ചളയാതെ. കൃഷ്ണ അത് കലക്കാൻ തുടങ്ങി. രുക്മിണി പറയാണ്, ഇത് കലക്കാനുള്ളതെന്നല്ല, ഇത് കോലവിടാനുള്ള മാവാണ്, ഇത് കഴിക്കാൻ പറ്റുന്ന മാവല്ല എന്ന് പറഞ്ഞു. കൃഷ്ണൻ ചിരിച്ചു, രുക്മിണിയും ചിരിച്ചു. സങ്കടം തീർന്നുവല്ലോ ഇപ്പോൾ രുക്മിണിയുടെ. അപ്പോൾ ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ പരമ പ്രേമഭക്തി വേണം, അല്ലേ? ആ ഭക്തി എവിടെ നിന്ന് കിട്ടും? സജ്ജന സംസർഗം കൊണ്ട്. സജ്ജനങ്ങളുടെ സംസർഗം, അല്ലേ? ആചാര്യന്മാർ പറയുന്ന കഥകളൊക്കെ കേട്ട് അതിനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, രണ്ട് കാതുകളിലും കൂടി ഹൃദയത്തിലേക്ക് ഇറക്കി, ആഹാ കൃഷ്ണൻ ഇത്രയൊക്കെ ലീലകൾ കളിച്ചിട്ടുണ്ടോ എന്നാൽ അത് ഭാഗവതത്തിലൂടെ നമുക്കറിയാൻ സാധിക്കണം, അല്ലേ? ഈ ശ്രീമദ് ഭാഗവതത്തിലും ശ്രീമദ് നാരായണത്തിലും പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെ ഇന്ന് വൃന്ദാവനത്തിൽ പോയാലുണ്ടല്ലോ, അവിടെ ഇല്ലാത്ത എല്ലാം ഉണ്ടല്ലേ. ഭഗവാൻ രാസക്രീഡ കളിച്ചതും, ഗോവർദ്ധനം പൊക്കിയതും, കാളികമർദ്ദനം കളിച്ചതും, ഗോപികാവസ്ത്രാപരം നടത്തിയതും എല്ലാം അവിടെയുണ്ട്, ഇല്ലേ? എല്ലാം അവിടെയുണ്ട്. അവിടെ പോയാൽ നമുക്ക് ഭാഗവതത്തിൻ്റെ രസം മുഴുവൻ കിട്ടിക്കഴിഞ്ഞു കയ്യിൽ, ഇല്ലേ? അപ്പോൾ അവിടെ ചെല്ലാൻ ആരുടെ അനുഗ്രഹം വേണം? ഭഗവാന്റെ അനുഗ്രഹം വേണം. ചെന്നാൽ മാത്രം പോരാ, ഇനി അവിടെ ചെന്ന് അവിടുത്തെ കാലാവസ്ഥ നമുക്ക് ശരിയായി വരണം. പിന്നെ അവിടെ ഉപ്പ് വെള്ളമാണ്, അത് കുളിക്കാതിരിക്കണം, അത് കോൾഡ് പിടിക്കും, ഇങ്ങനെ പലതുണ്ട്. ഇതൊന്നും ഇല്ലാതെ അവിടെ ചെന്ന് ഒരാഴ്ച ഇരുന്നതൊക്കെ കാണണമെങ്കിലും ആരുടെ അനുഗ്രഹം വേണം? ശ്രീഹരിയുടെ അനുഗ്രഹം വേണം, അല്ലെങ്കിൽ സാധിക്കില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ആയുരാരോഗ്യത്തോടു കൂടിയിരിക്കത്തമ്മൻ നാമജപം വേണം. സജ്ജന സംസർഗമുണ്ടാക്കി നാമജപം, അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവത കഥാശ്രവണം, ഭാഗവത പഠനം, ഇതൊക്കെ നമ്മൾ ചെയ്യണം, അല്ലേ? അപ്പോൾ നാമത്തിന് അത്രയ്ക്കും ശക്തിയുണ്ട് എന്ന് തെളിയിക്കാനായിക്കൊണ്ട് ഒരിക്കൽ ഋഷീശ്വരന്മാരെല്ലാവരും കൂടി ഒരു യോഗം കൂടി. അവിടെ വസിഷ്ഠരാണ് ആചാര്യനായിരിക്കുന്നത്. അവിടെ എല്ലാ ഋഷീശ്വരന്മാരും വന്നിട്ടുണ്ട്, നാരദ മഹർഷിയും വന്നിട്ടുണ്ട്. അന്നത്തെ ചോദ്യം, വ്യക്തിക്കാണോ നാമത്തിനാണോ ശക്തി എന്ന് ചോദിച്ചു. ഇതേ കുറേയെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കുക. ഉടനെ നാരദർ പറഞ്ഞു, ഇതിൻ്റെ ഉത്തരം നാളെ പറയാം. അതെന്താ നാളെ പറയാം ഉത്തരം? ശരി, യോഗം പിരിച്ചു വിട്ടു. നാളെ പറയാമെന്ന് പറഞ്ഞു. നാളേക്കുള്ളതല്ല. നാരദൻ എന്ത് ചെയ്യോ? നേരെ ആഞ്ജനേയരുടെ അടുക്കൽ ചെന്നു. ആഞ്ജനേയർ എവിടെയാ തപസ് ചെയ്യണ? പൗഴമല്ലിയിൽ, അല്ലേ? പാരിജാത പുഷ്പത്തിൻ്റെ പേരിൽ അവിടെ ചെന്നു. ആഞ്ജനീയ എന്ന് വിളിച്ചു. എന്തേ നാരദ, എന്താ വല്ല കോപാള് വല്ലതും ഉണ്ടോ? എവിടുന്നാ വരണത്? നാളെ അങ്ങേക്കൊരു ജോലിയുണ്ട്. എനിക്കോ? അതെ, എന്താ ജോലി? നാളെ ഋഷീശ്വരന്മാരുടെ യോഗം കൂടുകയാണ്. ആ യോഗത്തിൽ നീ വരണം. അവിടെ മുൻപിലിരിക്കുന്നത് വസിഷ്ഠ മഹർഷിയായിരിക്കും. നീ അദ്ദേഹത്തെ കണ്ടപാവനടിക്കാൻ പാടില്ല. ബാക്കിയുള്ള ഋഷീശ്വരന്മാരൊക്കെ നമസ്കരിച്ച് നിൻ്റെ സ്ഥാനത്ത് പോയിരിക്കുക. വസിഷ്ഠനെ കണ്ടപാവനടിക്കാൻ പാടില്ല. വസിഷ്ഠനാണെങ്കിൽ ആരാ? രാമൻ്റെ ഗുരുവാണ്, രാമൻ്റെ പരമഭക്തനാണ് ആഞ്ജനേയർ. അദ്ദേഹത്തെ കൊണ്ട് ഇത് കാണാണ്ടിരിക്കാൻ പറ്റുമോ? നാരദ, ഇത് വല്ല കുഴപ്പത്തിലുണ്ടാക്കുന്ന കാര്യമാണ് തോന്നുന്നുണ്ടല്ലോ. ഒന്നും പേടിക്കണ്ട, വന്നോളും. എന്താ നാരദർ എപ്പോഴും കംസനെ വധിക്കാനായി പറഞ്ഞാൽ എന്താ വലിയ ഒറ്റ വഴിയേ ഉള്ളൂ. രാക്ഷസന്മാരൊക്കെ കഴിഞ്ഞു കംസൻ്റെ അടുത്ത്. ഇനി വധിക്കാനായിട്ട് എന്താ വഴി? ഒറ്റ വഴി, ഒരു യാഗം നടത്താം. കംസ, നീ ഒരു യാഗം നടത്തിയാൽ ബലരാമസ്വാമി ശ്രീകൃഷ്ണനെ കൂടെ കൊണ്ടുവന്നാൽ വധിക്കുകയും ചെയ്യാം, അല്ലേ? എന്തൊക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആൾ നാരദ മഹർഷിയാണ്. എന്താ കംസവധം അടുത്തു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടുള്ള വഴി എന്തൊക്കെയുണ്ട് നോക്കൂല്ലേ? വരാഹാവതാരം എടുത്തപ്പോൾ ബ്രഹ്മദേവൻ്റെ നാസികാധാരത്തിൽ നിന്ന് ചാടിയപ്പോൾ ആരാ അതാ ചോദിച്ചത്?
നാരദ പറഞ്ഞാണ് ഇതാണ് ഭഗവാന്റെ വരാഹാവതാരം. എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, വരാഹാവതാരം പറയാതെ കാണിച്ചതല്ലേ. ഇതിലുപരിയായിട്ട് ആരും പ്രാർത്ഥിക്കാതെയും ആരും പറയാതെയും അവതരിച്ച ഒരു അവതാരമാണ് കപിലാവതാരം. ആരും പ്രാർത്ഥിച്ചിട്ടില്ല, താൻ സ്വന്തമായിട്ട് അവതരിക്കാൻ തീർച്ചയാക്കിയ ഒരു അവതാരമാണ് കപിലാവതാരം. ദേവതയുടെ ഗർഭത്തിലേക്ക് കടന്നു എന്ന് കണ്ടപ്പോഴാണ് ബ്രഹ്മദേവന് കാര്യം മനസ്സിലായിട്ട് സ്തുതിക്കാനായിട്ട് വന്നത് അവിടെ അല്ലേ. അപ്പോൾ ആ ഭഗവാന്റെ എല്ലാ അവതാരവും പറയുന്നുണ്ടെങ്കിൽ 2-3 അവതാരങ്ങൾ ദേവന്മാരെ അറിയിക്കില്ല. കൃഷ്ണാവതാരത്തിന് പോലും ദേവന്മാരെ ഭൂലോകത്തിൽ വരണ്ട എന്നാണ് പറഞ്ഞത് ഭഗവാൻ. നിങ്ങൾക്ക് ആകാശത്തു നിന്ന് പുഷ്പമിട്ട് വരിഞ്ഞാൽ മതി കൃഷ്ണാവതാര സമയത്ത്. കാരണം ഇത് അച്ഛനമ്മമാർക്കും ഭൂമാദേവിക്കും ദേവന്മാരെ രക്ഷിക്കാനും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഭൂലോകത്തിലേക്ക് വരണ്ട എന്നങ്ങനല്ലേ. അപ്പോൾ അങ്ങനെ നാരദ മഹർഷി ആഞ്ജലിയോട് ചെന്ന് പറഞ്ഞപ്പോൾ ആഞ്ജലി ചോദിച്ചു, വല്ല അബദ്ധമാവുമോ? ഇല്ല. ശരി, അടുത്ത ദിവസം ആഞ്ജനേയർ വന്നു. എല്ലാവരും ഇരിക്കുന്നുണ്ട്. വസിഷ്ഠ ആദ്യത്തിലിരിക്കുന്നു സിംഹാസനത്തിൽ. കണ്ടവൻ തലയും കുനിച്ചു ഒറ്റ ആഞ്ജനേയർ ഓടിയിട്ട് എന്ന് തൻ്റെ ആസനത്തിലിരുന്നു. കുറേ നേരം വസിഷ്ഠർ ദേഷ്യങ്ങൾ വന്നു. രാമനെ വിളിച്ചു. രാമ ആഞ്ജനേയർ വധിക്കേ എൻ്റെ ഭക്തനെയോ? അതെ, വധിക്കുക. പറ്റില്ല. ഗുരുനാഥനാണ് പറയണത്. ഗുരുനാഥനെ വേണ്ടവണ്ണം ആശ്രയിക്കണം. ഒരു ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ആള് ഗുരുനാഥൻ അല്ലേ. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞത് മുഴുവനും അനുസരിക്കണം. അനുസരണയോട് ഒരു ഗുരുനാഥനെയോ ഗുരുനാഥൻ്റെ കുടുംബത്തിലെ ആരെങ്കിലുമോ മനസ്സുകൊണ്ടുപോലും ഉപദ്രവം വിചാരിക്കാൻ പാടില്ല. അവരെ ആരെങ്കിലും വധിക്കുകയോ അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുകയോ ചെയ്താൽ ബ്രഹ്മഹത്യാദോഷമാണ് അല്ലേ. ഗുരുവിനെ വധിച്ചത് കൊണ്ടല്ലേ ദേവേന്ദ്രൻ ബ്രഹ്മഹത്യാദോഷം വന്നത് അല്ലേ. വിശ്വരൂപനെ 3 തലയിൽ അറുത്ത് താഴെ ഇട്ടു ദേവേന്ദ്രൻ. ഉടനെ അവിടെ എന്താ വന്നത്? ബ്രഹ്മഹത്യാദോഷമാണെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. ഇന്ദ്രലോകം വിടണമെന്ന് പറഞ്ഞു അല്ലേ. വീണ്ടും വൃത്താസുരനെ വധിച്ചതുകൊണ്ട് വീണ്ടും ബ്രഹ്മഹത്യാദോഷം വന്നു. എന്താ, വൃത്താസുരനെ അസുരനെയല്ലേ വധിച്ചത്? അല്ല, അയാൾ മുൻജന്മത്തിൽ രാജാവായിരുന്നു അല്ലേ. ശൂരസേന രാജ്യത്തെ ചിത്രകേതു എന്ന രാജാവിനെയാണ് ഈ വധിച്ചത്. ഒരു രാജാവിനെയോ രാജാവിൻ്റെ കുടുംബത്തിലെ ആരെ വധിച്ചാലും ബ്രഹ്മഹത്യാദോഷമാണ് അല്ലേ. അതുകൊണ്ട് ആഞ്ജനേയരെ എങ്ങനെ ഞാൻ വധിക്കും? എൻ്റെ പരമഭക്തൻ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? എന്നാലും ഗുരുനാഥൻ പറയുന്നതനുസരിക്കാതെ ഇരിക്കാൻ വഴിയില്ല. തൻ്റെ ആവനാഴിയുള്ള അസ്ത്രങ്ങളെടുത്ത് പുറപ്പെട്ടു. ഹനുമാൻ അപ്പോഴേക്ക് അവിടെ നിന്ന് ഓടി. ഹനുമാൻ എന്ത് ചെയ്തു? ഒരു മരത്തിന് ചുവട്ടിരുന്ന് രാമ 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 രാമൻ ചുവന്ന് കഴിയും. രാമായണത്തിന് 7 ലക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞു. ശ്രീമദ് ഭാഗവതത്തിന് 10 ലക്ഷണങ്ങളും അതുപോലെ തന്നെ 5 ഗീതങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഇല്ലേ. 10 ലക്ഷണങ്ങളും 5 ഗീതങ്ങളും ഇല്ലേ. പ്രമരഗീതം, വേണുഗീതം, ഗോപികാഗീതം, അയളഗീതം, ഭിക്ഷുഗീതം, ഇങ്ങനെ 5 ഗീതങ്ങൾ ഇല്ലേ. 10 തത്വങ്ങൾ. രാമായണത്തിന് 7 ലക്ഷണങ്ങളാണ്. ശ്രീദേവി ഭാഗവതത്തിന് 5 ലക്ഷണങ്ങളാണ് എന്നും പറഞ്ഞു ഇല്ലേ. അപ്പോൾ ഇവിടെ ആഞ്ജനേയർ രാമരാമ രാമ വിചാരിച്ച് രാമരങ്ങനെ അസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് ഓരോ അസ്ത്രം ഉപയോഗിക്കുന്ന രാമൻ്റെ ആഞ്ജനേയർ ഒന്നും തട്ടണില്ല. ഒടുക്കുന്ന ബ്രഹ്മാസ്ത്രം തന്നെ വഴി. ബ്രഹ്മാസ്ത്രം എടുക്കാം. നാരദർ ഓടി വന്നു. വേണ്ട, ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാൽ ലോകം മുഴുവൻ നശിക്കും, വേണ്ട രാമ. അപ്പോഴേക്കും വസിഷ്ഠർ വന്നു. എന്താ അവിടെ പ്രശ്നം? അതെ, ആഞ്ജനേയ ദേഹത്തിലേക്ക് ഒരുപാട് അസ്ത്രങ്ങൾ രാമൻ അയച്ചു. ഒരു അസ്ത്രം പോലും കൊണ്ടിട്ടില്ല. അപ്പോഴാണ് വസിഷ്ഠൻ പറയുന്നത്, നാമത്തിനാണ് അത്രയ്ക്കും ശക്തി, വ്യക്തിക്കല്ല. അപ്പോൾ നാമജപത്തിൻ്റെ ശക്തി എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വഴിയില്ലേ. ഒരമ്മ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ സാധിച്ചില്ല എന്ന് കണ്ട് 5 വയസ്സ് മാത്രം പ്രായമുള്ള ഉണ്ണിയായ ധ്രുവൻ അമ്മയുടെ അടുക്കച്ചെന്ന് സങ്കടമുണർത്തിച്ചപ്പോൾ അമ്മ എന്താ പറഞ്ഞു കൊടുത്തത്? ശ്രീഹരിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. നീ ജനിച്ചത് പാവിയായ എൻ്റെ ഗർഭത്തിലാണ്. അതുകൊണ്ടാണ് സുരുചി നിന്നെ ചീത്ത പറഞ്ഞയച്ചത്. അതുകൊണ്ട് ശ്രീഹരിയെ സേവിക്കണം. തപസ് ചെയ്യാൻ പറഞ്ഞില്ല, സേവിക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇയാൾ പുറപ്പെട്ടു. 5 വയസ്സായ ഉണ്ണി ഒരു പട്ടുക്കോണ കൊടുത്തുകൊണ്ട് മധുവനത്തിലേക്കല്ലേ. അപ്പോൾ നമ്മുടെ ഭക്തിയുടെ മഹിമ എത്ര പറഞ്ഞയക്കാനും സാധിക്കുന്നില്ല. അത്രയ്ക്ക് ഉയർത്തിലാണ് ഭക്തി ഇരിക്കുന്നത്. നാമസങ്കീർത്തനാദികളെ കൊണ്ട് മാത്രമേ ഈ കലികാലത്ത് നമുക്ക് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പാദസേവനം, ആ ഭഗവത്പാദങ്ങളെ ദിവസേന ആശ്രയിക്കുക. ഗുരുപവനപുരാധീശമേവാശ്രയാമഹ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞു ഇല്ലേ. പാലാഴിയാകുന്ന തൻ്റെ ഹൃദയത്തിനെ സംസ്കൃതമാകുന്ന മത്തുകൊണ്ട് കടഞ്ഞെടുത്തു ഭട്ടതിരിപ്പാട്. നാരായണീയം എന്ന് ഇല്ലേ. മുഴുവൻ ഭക്തിനെ കൊണ്ട് വർണ്ണിച്ചെടുത്തു. അവിടെ യാതൊരു വിധമായിട്ടുള്ള സംവാദങ്ങളോ യാതൊരു വിധമായിട്ടുള്ള സ്തുതിഗീതങ്ങളോ യാതൊന്നുമില്ല ഇല്ലേ. മുഴുവനും ശ്രീമദ് ഭാഗവത്തിൽ
26 വിധത്തിലുള്ള സ്തുതികളുണ്ട്. ഇതിലതൊന്നുമില്ല ഭട്ടതിരിപ്പാടിൻ്റെ അവിടെ. ഭട്ടതിരിപ്പാട് മുഴുവൻ ഭക്തിനങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് എടുത്തു അല്ലേ. സജ്ജനങ്ങൾക്ക് നന്നാവാൻ ഇതൊരു വഴിയാണ് ഈ നാരായണീയം കൊണ്ട് അല്ലേ. അപ്പോൾ തൻ്റെ ഹൃദയമാകുന്ന പാലാഴിയെ സംസ്കൃതമാകുന്ന മത്തോണ്ട് കടഞ്ഞെടുത്ത് 1034 ശ്ലോകങ്ങളാക്കിയും 100 ദശകങ്ങളാക്കിയും 65,000 വാക്കുകൾ ഉപയോഗിച്ച് 28 വൃത്തങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ അല്ലേ ഒരു നിമിഷത്തിൽ ഒരു ദശകത്തിന് 3 നിമിഷമെന്ന് കണക്കെടുത്താൽ 4.5 മണിക്കൂർ കൊണ്ട് ശ്രീമൻ നാരായണൻ സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ സാധിക്കും. അവിടെയും ഭട്ടതിരിപ്പാട് 3-ാമത്തെ അധ്യായത്തിൽ എന്താ പറഞ്ഞത്? പടന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിതാഹ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഹ. യവനവരവനാണോ ഭഗവാന്റെ ഗുണകഥകളെ പാടുന്നത്, യവനവരവനാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, അത് ആരാണോ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നത്, അവനാണ് പരമഭക്തൻ എന്ന് അല്ലേ. ഒരു ഗ്രാമത്തെ ഒരു ആചാര്യൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കൃഷിക്കാരൻ വന്നു. അവൻ്റെ ദേഹം മുഴുവൻ ചേറ. അപ്പോൾ അവനെ ഉള്ളിലേക്ക് വിട്ടില്ല, അവിടെ പിടിച്ച് നിർത്തി അവിടുത്തെ സജ്ജനങ്ങൾ. എന്തേ? തൻ്റെ ദേഹം മുഴുവൻ ചേറ, അവിടെയുള്ളവർക്കൊക്കെ നാറും, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റും. ഇയാൾ എന്ത് ചെയ്യുക? നേരെ ഒരു ആലമരത്തുണ്ടോ അവിടെ പോയിരുന്നു. ഇയാൾ പറയുന്ന സംസ്കൃതത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല സംസ്കൃതമൊന്നും. ഇയാൾ ഇങ്ങനെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ എന്താ കണ്ടറിയാം? അർജുനന് സാരഥിയായിരിക്കുന്ന ഭഗവാനെ കണ്ടു. ഇയാൾ ചിന്തിച്ചു, ഓരോരോ അസ്ത്രം അർജുന ഉപയോഗിക്കുമ്പോഴും ഇത്ര പ്രാവശ്യം ഭഗവാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അയാൾ കഴുത്ത് എത്ര വേദനിച്ചിട്ടുണ്ടാവും? ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ചിന്ത? ഇല്ല, നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ആ കൃഷിക്കാരൻ ചിന്തിക്കുകയാണ്, ആ പാർത്ഥസാരഥിയായിരുന്ന ഭഗവാന്റെ കഴുത്ത് എത്ര വേദനിച്ചിട്ടുണ്ടാവും എന്ന്. കുറേ നേരം പ്രഭാഷണം കഴിഞ്ഞ് ആൾ വന്നു, പുറത്ത് വന്നു. ആചാര്യൻ, എന്താ കഥ കേൾക്കാൻ ഉള്ളിൽ വരാത്ത? നിങ്ങളെ ആളുകളെ വിട്ടില്ല. പോട്ടെ, ഇനി എന്ത് മനസ്സിലാക്കി ഇവിടെ ഇരുന്ന്? എന്ത് മനസ്സിലാക്കാൻ? നിങ്ങൾ സംസ്കൃതം എന്തൊക്കെയാണ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എന്താ മനസ്സിലാക്കി? അത് മനസ്സിലാക്കി. അതെന്താ? അതാ അവിടെ സാരഥിയായിരിക്കുന്നില്ലേ അയാളെ കൃഷ്ണൻ എത്ര പ്രാവശ്യം തിരിഞ്ഞു നോക്കി വെക്കുന്നത്. ആഹാ, നീയാണോ പരമഭക്തൻ അല്ലേ. ഒരിക്കൽ അർജുനും കൃഷ്ണനും കൂടി നടന്നു പോവുക. അർജുനൻ പറഞ്ഞു, എനിക്ക് വെള്ളം കുടിക്കണമെന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ഈ വേഷത്തിൽ പോകണ്ട, ഒരു ബ്രാഹ്മണൻ്റെ വേഷം എടുത്ത് പോ, വെള്ളം അവിടെ ഓരോ ഓലപ്പേര കണ്ട ഒരു മുത്തശ്ശിയാണ്, അവിടെ പോയി വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞു. അർജുനൻ ബ്രാഹ്മണൻ്റെ വേഷം എടുത്ത് അവിടെ ചെന്നു. മുത്തശ്ശി, എനിക്ക് വെള്ളം വേണം, ഒരു ചുമ്പ് വെള്ളം എന്നങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് എടുത്ത് വെള്ളം ഇങ്ങനെ പൊക്കി വായിൽ കുടിക്കുമ്പോൾ അവിടെ ആയുധങ്ങൾ കണ്ടു. അരിവാള്, കൊടുവാമണ, വാള്, കട്ടുകത്തി, ഇതൊക്കെ കണ്ടു. അപ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളാണ് ഈ കൃഷ്ണൻ്റെ പരമഭക്തൻ, എന്തിനാണ് ഈ വാളും കൊടുവാളൊക്കെ വെച്ചിരിക്കണത്? എനിക്ക് 4 ആളെ കൊല്ലണം. 4 ആളെ കൊല്ലണോ ഈ വാർദ്ധക്യത്തിലോ? അതെ. അതാരൊക്കെയാ? ഒന്നാമത്തെ ആള് ഈ വില്ലാളി വീരനായ അർജുനൻ. അർജുനനോ? എന്തേ? ഒന്നും പറയണ്ട, എൻ്റെ ഭഗവാനെ അവൻ സാരഥിയാക്കിയിരുത്തി തേരാളിയായിട്ട്. പാവം എൻ്റെ കൃഷ്ണൻ. ആഹാ, അടുത്തതാരാണാവോ? അടുത്തതേ ഒരു ദ്രൗപദി ഉണ്ടത്രേ. എന്തിനാ ദ്രൗപദി? എൻ്റെ കണ്ണൻ ഊണ് കഴിക്കാനിരിക്കുമ്പോഴാണ് ഗോവിന്ദ ദുശാസനൻ്റെ സാരിയൊക്കെ കഴിക്കണമെന്ന് വാ എന്ന് വിളിച്ചത്. അപ്പോഴോ ആഹാരം പകുതി ഉരുണ്ട കഴിയില്ല, അപ്പോഴാണ് വിളിച്ചത്. അയ്യ, പാവം കൃഷ്ണൻ ഊണ് കഴിക്കാൻ പോലും വിട്ടില്ല. അടുത്തതാരാണാവോ? അടുത്തത് പ്രഹ്ലാദൻ. അയ്യോ, അതായത് പരമഭക്തനല്ലേ. അതൊക്കെ ശരിയാണ്. എൻ്റെ ഭഗവാനെ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യനല്ലാത്തതും മൃഗമല്ലാത്തതുമായ രൂപത്തിനെടുക്കാൻ പറഞ്ഞു. ആഹാ, നീ 4-ാമത്തെ ആളാരാണാവോ? നാരദരോ? അതെ. എന്തേ? ഒന്നും പറയണ്ട, എൻ്റെ ഭഗവാനെ ഉറങ്ങാൻ സമയം കൊടുക്കണില്ല. സദാസർവേദിലും നാരായണ 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 പാടിപ്പാടിയാ ഉറങ്ങേണ്ട. ഭഗവാൻ ഉറക്കം പോലും ഇല്ല. ആഹാ, അർജുനൻ തോറ്റു. നേരെ വന്ന് കൃഷ്ണൻ്റെ പാദങ്ങൾ ഒറ്റ നമസ്കാരം. കൃഷ്ണ, എന്നെക്കാട്ടിലും അമ്മയ്ക്ക് ഭക്തിയുണ്ട്, ഞാൻ തോറ്റു കൃഷ്ണ നിൻ്റെ ലോകത്തിൽ അല്ലേ. അങ്ങനെയുള്ള പരമപ്രേമ ഭക്തി നമുക്കുണ്ടാകണമെങ്കിൽ കൃഷ്ണൻ ആരാണ് എന്ന് ആദ്യം അറിയണം. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും കൃഷ്ണ ആരാ? വസുദേവൻ ദേവിയുടെ മക്കൾ. എവിടെയാണ് ജനിച്ചത്? മധുര, കംസൻ്റെ രാജകൊട്ട മധുരയിലെ കാരാഗ്രഹത്തിൽ. അത് കഴിഞ്ഞ് അവിടെയായി ഗോകുലത്തിലേക്കായി, ഗോകുലത്തിന് വൃന്ദാവനത്തിലേക്ക്, വൃന്ദാവനത്തിൽ നിന്ന് കംസവധത്തിന് മധുരാപുരിയിലേക്ക്, മധുരാപുരിയിൽ നിന്ന് ദ്വാരകാപുരിയിലേക്ക്, ദ്വാരകയിൽ നിന്ന് നേരെ ഗുരുവായൂരിലേക്ക് അല്ലേ. അതൊക്കെ അറിയാം. പക്ഷേ ഈ കൃഷ്ണൻ്റെ ലീലകളൊക്കെ ഒരുപാടുണ്ടല്ലോ. അതറിയണമെങ്കിൽ എന്ത് തുറക്കണം? ശ്രീമദ് ഭാഗവതം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അല്ലേ. ശ്രീമദ് ഭാഗവതം തുറന്നാൽ, ഏകാദശ സ്കന്ധത്തിലെടുത്താൽ ശ്രീകൃഷ്ണൻ ആരാണെന്നറിയാൻ
നമുക്ക് സാധിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ രണ്ട് നാമം കൊണ്ട്, രണ്ട് കൃഷ്ണ എന്ന് പറയുന്ന KRISH കൊണ്ടല്ല അല്ലേ. ഒരു ചെറിയ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ദിവസേന ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടുത്തെ മേൽശാന്തി ദിവസേന നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിക്കണത്, എനിക്ക് ശ്ലോകം വല്ലതും അറിയോ, അമ്മ വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ? പിന്നെ എന്താ പ്രാർത്ഥിക്കണത്? ABCDEFGHIJKLMNP OPQRST UVWXYZ. എന്താ അത്? അതിൽ 27 അക്ഷരത്തിൽ NARYN നാരായണ ഇല്ലേ? ഉണ്ട്. RMA രാമ ഇല്ലേ? ഉണ്ട്. BALARMA ബലരാമ ഇല്ലേ? ഉണ്ട്. LAKSHM ലക്ഷ്മി ഇല്ലേ? ഉണ്ട്. പിന്നെന്താ? അതിലും ഭഗവാൻ അല്ലേ. അപ്പോൾ ആ ഉണ്ണികൾ ചെറുപ്രായത്തിൽ തന്നെ സുധാമാവനെപ്പോലുള്ള ഒരച്ഛനായിരിക്കണം. ചെറുപ്രായത്തിൽ തന്നെ ഭഗവാന്റെ കഥകളെ പാടിക്കൊടുക്കുന്ന ഒരച്ഛൻ. പിന്നെയോ ഗുരുനാഥൻ പറയുന്നത് മുഴുവൻ കേട്ട് നടക്കുന്ന ശിഷ്യൻ. പിന്നെയോ എല്ലാത്തിനും ഉപരിയായിട്ട് വാർദ്ധക്യം വന്നപ്പോൾ ദാരിദ്ര്യം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഉത്തമ ശ്ലോക ദർശനം. ആരെയാ കാണാൻ പറഞ്ഞത്? ശ്രീകൃഷ്ണ ഭഗവാനെ. ഇപ്പോൾ ഭാരത മഹായുദ്ധമെല്ലാം കഴിഞ്ഞ് 16,000 ഭാര്യമാരുടെ പുത്രന്മാരും സുഖമായിരിക്കുന്നില്ല. ഇപ്പോൾ പഴയ കൃഷ്ണനെ കാണാം. വെറുങ്കയുടെ എങ്ങനെ പോകണ്ട, വേണ്ട ഞാൻ തരാ 4 പിടി അവരെ. ഭക്തിയുടെയും സുഹൃത്തത്തിൻ്റെയും സഖ്യത്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ എല്ലാം 4 പിടി അവരിതാ പിടിച്ചോ കൊണ്ടുപോയി അല്ലേ. അവിടെ ചെന്നപ്പോൾ എന്താകണ്ട ആ സുധാമൻ. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ആരെങ്കിലും വന്നാൽ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വാട്ടോ എന്ന് പറയും. ഭഗവാൻ അങ്ങനെയാണോ ചെയ്തത്? ഗേറ്റിൽ പോയി ആ ഗോപുരവാതിൽക്ക് പോയി കൂട്ടിക്കൊണ്ട് 2 കയ്യും പിടിച്ചുകൊണ്ട്. അക്രൂരസ്വാമികൾ ഗോകുലത്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? സന്ധ്യാസമയത്തല്ലേ വന്നത്. അവിടെ അക്രൂരനാണെങ്കിലോ അനവധി വർഷങ്ങളായിട്ട് ആ ഉണ്ണിയെ കാണണം, ഉണ്ണി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാൻ, ഉണ്ണി വേണമെന്ന വൃന്ദാവന ഭൂമിയിൽ വീണുരുളണം, ആ ഉണ്ണിയെ അവിടെ വെച്ച് കാണും, കണ്ടാൽ സംസാരിക്കോ, ഇങ്ങനെയുള്ള മനസ്സല്ലേ. പക്ഷേ ചെന്നുപെട്ടത് എവിടെയാ? കംസൻ്റെ രാജകൊട്ടാരത്തിൽ. കൃഷ്ണ മുകുന്ദ നാരായണ എന്ന് പറഞ്ഞാൽ കഴുത്ത് ചീവും കൃഷ്ണൻ അല്ലേ, നമ്മുടെ കംസൻ. ആ ഭയമാണ് അവിടെ. മനസ്സ് മുഴുവൻ ഭഗവാനിലേക്ക്. നമ്മൾ യജ്ഞവേദിയിൽ വന്നു, സപ്താഹ യജ്ഞവേദിയിൽ കഥ കേൾക്കാനിരുന്നാൽ പകുതി മനസ്സ് വീട്ടിലും പകുതി മനസ്സ് യജ്ഞവേദിയിലുമായാൽ കഥ കേട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല. 7 ദിവസത്തിന് അതൊക്കെ അത് ഒതുക്കി വെക്കണം. അതൊന്നും 7 ദിവസത്തേക്ക് ഒന്നും തൊടണ്ട, അവിടെ വെക്കുക. 7 ദിവസം കഴിഞ്ഞ് ബാക്കിയൊക്കെ. അപ്പോൾ 7 ദിവസം ശ്രീമദ് ഭാഗവതം എന്താ പറയണത്? മനുഷ്യനായി ജനിച്ച് ഒരു സപ്താഹയജ്ഞമെങ്കിലും പൂർണ്ണമായിട്ട് ശ്രവണം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കഴുതയ്ക്ക് തുല്യമാണ്, അല്ലെങ്കിൽ ചത്ത ശവത്തിന് തുല്യമാണ്. നമ്മളൊക്കെ അരമണിക്കൂർ കേട്ട് പോയി ഉച്ചയ്ക്ക് വരാട്ടോ പോയിട്ട് സപ്താഹം പൂർണ്ണമായിട്ട് ശ്രവണം ചെയ്താൽ എന്താ ഫലം? 3 ഗയാശ്രാദ്ധം കഴിച്ചതിൻ്റെ ഫലവും സപ്താഹ ശ്രവണം ചെയ്യുക മുക്തി കരോക്ഷതി, മുക്തിയും അല്ലേ. അതുകൊണ്ടല്ലേ അസാരേ സംസാരേ വിഷയവിഷസംഘാകുലതീയ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം പിബത ശുഗാതുലസുതാം കിമർത്ഥം വ്യർത്ഥം ഭോ വൃഷത കുപതേ കുൽസിതകതേ പരീക്ഷിൽ സാക്ഷി യശ്രവണഗത മുക്തോക്തി കഥനേ. സപ്തായജ്ഞം ശ്രവണം ചെയ്താൽ മുക്തി നിശ്ചയമാണ്, അത് യാതൊരു സംശയമില്ല. വേണമെങ്കിൽ പരീക്ഷ നോക്കിക്കൊണ്ട് നിങ്ങൾ ദിവസേന വിഷ്ണുസഹസ്രനാമം ജപിച്ച് നോക്കൂ. നിങ്ങൾക്ക് 1 മാസം കഴിയുമ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാകും, ദേഹത്തിൽ ഒരു തേജസ് ഉണ്ടാകും. ലക്ഷ്മിക്കുട്ടിയമ്മ എന്തൊരു മുഖം നോക്കും, ചുഞ്ചരിച്ച മുഖം അല്ലേ. ആ ദാനമാനങ്ങളെന്ന് പറഞ്ഞു ഭഗവാൻ. നമുക്ക് ദാനം കൊടുക്കാൻ നമ്മുടെ ഈ പണമില്ല, നമ്മളെങ്ങനെ ദാനം കൊടുക്കും? ഒന്നുമില്ല, ദാനം കൊടുക്കാൻ എന്ത് ചെയ്യും? ഭഗവാൻ പറഞ്ഞതിന് വഴി പറഞ്ഞു. എന്താ വഴി പറഞ്ഞറിയാം? പുഞ്ചിരിച്ച മുഖത്തോടുകൂടി 2 വാക്ക് നല്ല വാക്ക് സംസാരിച്ചാലും ദാനം തന്നെയാണ്. ഒരു മുത്തശ്ശി തനിയെ ഇരിക്കണോ, ആ മുത്തശ്ശി അടുക്ക് പോയിരുന്ന ഒരു 5 നിമിഷം നല്ല വാക്ക് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ദാനം തന്നെയാണ് അല്ലേ. ഒരു സ്ത്രീ സുഖക്കേടായിട്ടിരിക്കുകയാണ്, അടുത്ത ആരുമില്ല, അവിടെ പോയി 2 നല്ല വാക്ക് പറഞ്ഞ് ഭഗവാന്റെ കീർത്തനം പാടിയാലും ദാനം തന്നെയാണ്. അല്ലാതെ കാശ് പണം ചെലവിച്ച് ദാനം കൊടുക്കണമെന്ന് ഭഗവാൻ പറയുന്നില്ല. സന്മനസ്സ് കൊടുക്കൂ. നമ്മുടെ മനസ്സാകുന്ന താമരയാവുന്ന ഹൃദയത്തിനെ ആ ഭഗവാനിലേക്ക് സമർപ്പിക്കുക അല്ലേ. അതുകൊണ്ടല്ലേ പരീക്ഷത്തിൻ്റെ അവിടെ പരീക്ഷത്ത് എന്താ വിചാരിച്ചത്? താനും ഗുരുനാഥന് മാത്രമേ ഉണ്ടാവുള്ളൂ യജ്ഞവേദിയിൽ. അവിടെ അത്ര ഉള്ള ഋഷീശ്വരന്മാരും അവരുടെ ശിഷ്യന്മാരും ഭാര്യമാരും ബ്രഹ്മചാരികളും തൊട്ടുകൂടാത്ത ജാതിക്കാരും വ്യാധിയുള്ളവരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട് ഗംഗാനദിക്കരയിൽ. എന്താ? ഭാഗവത സപ്താഹം ചെയ്താൽ മുക്തി നിശ്ചയമാണ്. അതുകൊണ്ട് സപ്താഹം ശ്രവണം ചെയ്യണം എന്നുള്ളത് അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സപ്താഹം വെച്ച് പകുതിയിലും ഉച്ചവരെ ഒരു 12 മണിക്ക് ആൾക്കാർ വരും, 2 മണിയോടൊക്കെ കാലിയാകും യജ്ഞവേദി കഴിഞ്ഞു പോയി. എവിടെ?
ഇപ്പോൾ വരാം, എല്ലാവരും വരാം. പിന്നെ വൈകുന്നേരം സന്ധ്യാസമയത്ത് 4 ആൾ വരും, പിന്നെയും അത്രയും അല്ലേ? പോരാ. ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ നിർമ്മിച്ചത്? നമുക്ക് വേണ്ടി. സജ്ജനങ്ങളായ നമ്മൾ കലികാലത്തിൽ കലി ബാധിക്കാതിരിക്കാൻ എന്താ വഴിയെന്ന് ദേവന്മാരും ഋഷീശ്വരന്മാരും ചോദിച്ചപ്പോഴാണ് ബ്രഹ്മദേവൻ പറഞ്ഞത് നൈമിഷാരണ്യം, അവിടെയാണ് പോയേണ്ടത് അല്ലേ? ഒരു ചക്രമെടുത്ത് ഉരുട്ടി അതെവിടെയാണോ ഉടയണത് അവിടെയാണ് കലി ബാധിക്കാത്ത സ്ഥലം അല്ലേ? അതാണ് നൈമിഷാരണ്യം. ചക്രം ഉടഞ്ഞ സ്ഥലം നൈമിഷാരണ്യം. ഇന്നും അത് കാടാണ് അല്ലേ? ആ ഋഷീശ്വരന്മാർ സൂതൻ കഥ പാടുമ്പോൾ 88,000 ഋഷീശ്വരന്മാരും 96 വയസ്സായ ശൗനകാദികളും ആ ഗോമതി നദിയിൽ സ്നാനം ചെയ്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ അനവധി മരങ്ങളാണ്, അതിന് ചുവട്ടിൽ നിന്ന് ഗായത്രി മന്ത്രം ജപിച്ച് സന്ധ്യാവന്ദനാദികൾ വെച്ച് അഗ്നിഹോത്രാദികൾ വെച്ച് 7 മണിക്ക് കഥ കേൾക്കാൻ എത്തുകയാണ് അവിടെ. അവർ 1000 വർഷമാണ് കഥ കേട്ടത്. നമ്മളോ 1 മണിക്കൂർ കഥ കേൾക്കാൻ എച്ചവേദിയിലെത്താൻ ആളില്ല. പറ്റാൽ എന്തേ കഥയ്ക്ക് പോകാത്തത്? എച്ചവേദിക്ക് പോകണില്ലേ? സത്രം നടക്കുന്നുണ്ടല്ലോ, പോകണില്ലേ? പെരുന്തട്ട ശിവക്ഷേത്രം സപ്താഹം നടക്കുന്നുണ്ട്, പോകണില്ലേ? എന്തേ? ഒന്നും പറയണ്ട മീനാക്ഷിക്കുട്ടി. ഇന്നലെ BP ചെക്ക് ചെയ്തപ്പോൾ 304. പിന്നെ അങ്ങനെ പോ. ഭഗവാൻ പറഞ്ഞു നീ വരികേ വേണ്ട, 500 ആയിക്കോട്ടെ, BP അവിടെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞു. മൊത്തത്തിൽ അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുക്കലേക്ക് 100% ഭക്തിയോടുകൂടി പോയി കഴിഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിക്കും. നേരെ മറിച്ച് കൃഷ്ണ ഞാൻ നാരായണി ഒരു ശ്ലോകം പഠിച്ചുവല്ലോ, സാന്ദ്രാനന്ദാപബോധാത്മക. അയ്യത് വരുന്നില്ല കൃഷ്ണ, വേണ്ട നാളെ നോക്കാം. കൃഷ്ണ വല്ലതും തരുമോ? കൃഷ്ണൻ പറയും മീനാക്ഷിക്കുട്ടി അമ്മേ 1000 ആൾ നിൽക്കുന്നുണ്ട്, അവരൊക്കെ പരമഭക്തരാണ്, നീ പിന്നാലെ നിൽക്കട്ടോ, ഞാൻ പിന്നെ അനുഗ്രഹിക്കാം. അപ്പോൾ ഇങ്ങനെ അനുഗ്രഹിക്കാം അപ്പോൾ എന്ന് പറയും. അപ്പോൾ അവിടെ പരമപ്രേമഭക്തി ദിവസേന സമ്പൂർണ്ണ നാരായണീയം 4.5 മണിക്കൂറല്ലേ വേണ്ട, നിങ്ങളതിന് 5 തിരിക്കൂ, 7 ദിവസം തിരിക്കൂ, 15 ദശകം ദിവസേന പാരായണം ചെയ്യുക. ശ്രീമദ് ഭാഗവതത്തിൽ അവസാനത്തെ 12ാമത്തെ സ്കന്ധത്തിൽ 2 അധ്യായം ദിവസേന പാരായണം ചെയ്യൂ. ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്തു. ദശമസ്കന്ധത്തിൽ 3-ാം അധ്യായം പാരായണം ചെയ്തു. ഭാഗ്യവന്മാരായി. കാരണം അവിടെ എസൻസാണ് ഇരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം കൃഷ്ണൻ്റെ എസൻസാണ്. അത് തേജസ് മുഴുവൻ അവിടേക്ക് പകർത്തി വിട്ടിരിക്കുകയാണ് കൃഷ്ണൻ. അതാരുടെ ഭാഗ്യം? നമ്മളുടെ ഭാഗ്യം. ഹന്തഭാഗ്യം ജനാനാം അല്ലേ? ഏവം ദുർലഭ്യവസ്തൂനപി സുലഭതയാ ഹസ്തലബ്ധേയ തന്വതേ തന്വാ വാചാദിയ ബധജനക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേതാവദ്ഭയന്തോ സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമഹ. ആശ്രയിക്കുക. എന്ത് ദുഃഖം വന്നാലും എന്ത് തീരാവ്യാധി വന്നാലും ഭട്ടതിരിപ്പാട് അതിനൊരു മറന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ? ശ്രീമന്നാരായണത്തിലെ 8ാമത്തെ ദശകത്തിൽ അവസാനത്തെ ശ്ലോകം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞു നിൽക്കുന്നത്? അസ്മിൻ പരാത്മന്നനുഭാത്മകൽപ്പേ ത്വമിത്തമുത്താവിത പത്മയോനിഹി അനന്തഭൂമാമരോഗരാശിം നിരുന്തിവാതാലയ വാസവിഷ്ണു. ഈ ശ്ലോകം 11 പ്രാവശ്യം നിങ്ങൾ ദിവസേന പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യാധിയും വരില്ല. ഇത് സത്യമാണ്. ക്യാൻസറെ പോലും ഓപ്പറേഷൻ ഇല്ലാതെ ഭേദമാക്കിയ ശ്ലോകമാണിത്. നിങ്ങളും ജപിക്കൂ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്താവിത പത്മയോനിഹി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു. ആശ്രയിക്കുക. ഐശ്വര്യം ശങ്കരാദീശ്വര വിനയമനം വിശ്വതേജോകരാണാം തേജസ്സംഹാരി വീര്യം വിമലമയ സൃഞ്ജോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖില വിദസി ന ക്വാപി തേ സംഗവാർത്ത തദ്വാകാരവാസിൻ മുരഹര ഭഗവൻ ശബ്ദമുഖ്യാശ്രയോസി. ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെ അടിച്ചുതളി ചെയ്യുക, വൃത്തിയാക്കുക, ക്ഷേത്രത്തിന് പൂജാപാത്രം തേച്ച് വയ്ക്കുക, പൂജയ്ക്ക് കൊണ്ടുവയ്ക്കുക, നിവേദ്യത്തിൽ അരി കഴി, ഇതൊക്കെ ചെയ്യുന്നതും ദാസ്യപ്രവൃത്തികളും ഭഗവാന്റെ അടുക്കലേക്ക് എത്താൻ മാർഗമാണ് അല്ലേ? ദ്വാരകാവലിൽ മറാട എന്നൊരു ഗ്രാമം, അവിടെ ഒരു രാമദാസ് പറയുന്ന മേൽശാന്തി, കൃഷ്ണദാസ് പറയുന്ന കീഴ്ശാന്തി. ഈ കീഴ്ശാന്തി പരമഭക്തനാണ്. ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമാണ് അവിടെ. അയാൾ ദിവസേന 4 മണിക്കെണീറ്റ് കുളിച്ച് ശുദ്ധമായ വസ്ത്രമെടുത്ത് ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടാരത്ത് നിറയെ പുഷ്പങ്ങളുണ്ട്. അതൊക്കെ പറിക്കുമ്പോൾ തന്നെ കൃഷ്ണ 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 എന്ന് പറഞ്ഞ് പുഷ്പം പറിച്ചെടുക്കും. 18 മാലകൾ കെട്ടിവെക്കും. 18 മാല കെട്ടിവെക്കും. മേൽശാന്തി വന്ന് 6 മണിക്ക് വന്ന് നട തുറന്ന് ആ അഭിഷേകമൊക്കെ കഴിഞ്ഞ് മാല ചാർത്തും. ഒരു ദിവസം മേൽശാന്തി വന്നപ്പോൾ 17 മാലയെ കാണാനുള്ളൂ, ഒരു മാല കാണാനില്ല. ഇയാൾ ചോദിച്ചു എവിടെ ഒരു മാല? 17 മാലയിലേ കാണാനുള്ളൂ. ഞാൻ 18 വെച്ചു ഇവിടെ, ഇന്നെവിടെ ഒന്നും കാണാനില്ല.
ഇത് ശരിയല്ല. അയാൾ നട തുറന്നപ്പോൾ ഭഗവാന്റെ കഴുത്തിലൊരു മാല കാണുന്നു. ഞാൻ മാല ഇടാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്, ഞാൻ ഇട്ടില്ലല്ലോ, അങ്ങയുടെ കയ്യിലെ ചാവി ഞാൻ എങ്ങനെ ഇടും? പിന്നെ എങ്ങനെ വന്നു? നാളെ മുതൽ നീ മാല കോർക്കണ്ട, തടപ്പള്ളി പോയി പായസം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അയാളൊന്നും പറഞ്ഞില്ല. എന്താ സന്മനസ്സുള്ളവനാണ്, അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. നന്നായി നാമം ജപിച്ചിട്ട് നാളെ ഞാൻ പായസം ഉണ്ടാക്കാൻ പോകണേ കൃഷ്ണ, പായസം നന്നായി വരണേ എന്ന് പ്രാർത്ഥിച്ച് ഉറങ്ങി. കാലത്തെണീറ്റ് നേരത്തെ എണീറ്റ് തടപ്പള്ളി പോയി പായസം ഉണ്ടാക്കുമ്പോഴും കൃഷ്ണ 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 രാമ രാമ കൃഷ്ണരാമ ഗോവിന്ദ അങ്ങനെ പറഞ്ഞ് പായസം ഉണ്ടാക്കി അവിടെ വെച്ചു. മേശാന്തി വന്ന് തുറന്നപ്പോൾ ഭഗവാന്റെ വായി മുഴുവൻ പായസം. ആരാ പായസം തേക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്? ഞാൻ കൊടുത്തില്ലല്ലോ. നീ ഈ ജോലിക്കും പറ്റില്ല. നാളെ മുതൽ ഒരു കാര്യം ചെയ്യേ, സജ്ജനങ്ങളുടെ പാതുകയുണ്ടല്ലോ അതൊക്കെ വാങ്ങി വയ്ക്കാൻ ഉമ്മർത്ത് നിന്നാൽ മതി. ആയിക്കോട്ടെ, അതൊന്നും ഏറ്റെടുത്തു. രാവിലെ ഇതുമാരി നേരത്തെ കുളിച്ച് അവിടെ നിന്ന് ഭക്തന്മാർ വരുന്നത് അവരുടെ പാതുകയൊക്കെ വാങ്ങി അവിടെ വെച്ചു. മേൽശാന്തി വന്ന് 6 മണിക്ക് നട തുറക്കും. ഭഗവാൻ കഴുത്തിൽ 2 ചെരുപ്പ് തൊങ്ങണു. അടാ ആരാ ചെരുപ്പിടാൻ പറഞ്ഞത്? ഞാനിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ? അപ്പം ഭഗവാൻ വിളിച്ച് പറഞ്ഞു, അല്ലയോ രാമദാസേ, നിൻ്റെ മന്ത്രമൊന്നും എനിക്കിഷ്ടമായിട്ടില്ല. ആ കൃഷ്ണദാസ് അവൻ മന്ത്രോച്ചാരണത്തിൽ മിടുക്കനാ. കൃഷ്ണ 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 എന്ന് പറഞ്ഞാൽ ഓരോ പുഷ്പവും പറിച്ചെടുക്കണത്. പിന്നെ മാല കെട്ടുമ്പോൾ നാമസങ്കീർത്തനം കൊണ്ടാണ് എനിക്ക് മാല കെട്ടി വെക്കണത്. ഞാൻ അവൻ്റെ ഭക്തി പരീക്ഷിച്ച് നിന്നെ കാണിക്കുകയാണ് അതൊക്കെ ചെയ്തത്. ഞാൻ തന്നെയാണ് അതൊക്കെ ചെയ്തത്. ആർക്കാ പരമപ്രേമഭക്തി? കൃഷ്ണാന്തിക്ക. അപ്പോൾ ഈ പരമപ്രേമഭക്തി ഗോപികന്മാരെപ്പോലെയും എന്താ, നമ്മളെ ഒരു സാധനത്തിനെ കണ്ണു വെച്ചു എന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും സ്ത്രീകളെ കണ്ടാൽ ഒന്ന് വാങ്ങാതെ വിടില്ല. അത് ഇല്ലേ, ഒന്ന് കണ്ടാൽ ഏതെങ്കിലും കടയിൽ ഒന്ന് കണ്ടാൽ ഇത് വാങ്ങണോ ഇത് വാങ്ങണോ ഇത് വാങ്ങണോ അല്ലേ. അതുമാരെയാണ് ഉണ്ണിക്കണ്ണനെ കണ്ടാൽ കണ്ണെടുക്കാൻ സാധിക്കില്ല അല്ലേ. ഗോപികന്മാർക്ക് അതാണ് അബദ്ധം പറ്റിയത്. ആ കണ്ണനെ ഒന്ന് കണ്ണടച്ചിരിക്കാൻ പറ്റില്ല, കണ്ണനെ കാണാതിരിക്കാൻ. വൃന്ദാവനത്തിൽ പോകുന്നു സഹിക്കാൻ വയ്യ എന്ന് കണ്ടാണ് അവർ കാർത്യായനി വിഗ്രഹം ഉണ്ടാക്കി, പൂഴിമണ്ണ് കൊണ്ടുണ്ടാക്കി 41 വ്രതമാചരിച്ച് കാർത്യായനി മഹാമായേ മഹായോഗി നദീശ്വരി നന്ദഗോപ സുതം ദേവി പതിമേ കുരുതേ നമഃ. പക്ഷേ ഭഗവാൻ എന്താ അനുഗ്രഹിച്ചത്? നിങ്ങളെ ഇനി കല്യാണം കഴിക്കാമെന്നും പറ്റില്ല. പിന്നെ എന്താ പറ്റുക? രാസക്കളി കളിക്കാൻ പൊക്കോ, എല്ലാവരും കൂടി രാസക്കളി കളിക്കാൻ. കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല എനിക്ക് അല്ലേ. അപ്പോൾ ആ പരമപ്രേമ ഭക്തി അക്രൂരെ പോലെയും ഉദ്ധവരെ പോലെയും കുറൂരമ്മയെപ്പോലെയും വില്വമംഗളസ്വാമിയെപ്പോലെയും പൂന്താനത്തിനെ പോലെയും നാരായണ ഭട്ടതിരി പോലെയുമുള്ള ഭക്തതിരിപ്പാട് വിചാരിച്ചുവോ? അന്ന് അദ്ദേഹം എഴുതിയ തൻ്റെ 27ാമത്തെ വയസ്സിൽ എഴുതി കഴിഞ്ഞു ശ്രീമന്നാരായണീയ ഭട്ടതിരിപ്പാട്. നമ്മൾ പഠിക്കാൻ എപ്പോഴായിരിക്കണത്? 60 വയസ്സ് കഴിഞ്ഞ ശേഷം. 60ാമത്തെ വയസ്സിൽ നാരായണീയൻ തുറന്നു. സാന്ദ്ര സാന്ദ്ര സാന്ദ്ര. ഇത് വരില്ല, അപ്പം അത് നമുക്ക് വേണ്ട, അത് മൂടി വയ്ക്കലേ ഉള്ളിൽ. എങ്ങനെയാണ് വരിക? 60ാം വയസ്സിൽ തുറന്നാൽ എങ്ങനെയാണ് വരിക? എന്തുകൊണ്ട് 15ാമത്തെ വയസ്സിൽ തുറന്നില്ല നാരായണീയം? ഭട്ടതിരിപ്പാട് 1560 ജനിച്ചു. 1587 ശ്രീമന്നാരായണീയം എഴുതി സമർപ്പിച്ച് കഴിഞ്ഞു തൻ്റെ 27ാമത്തെ വയസ്സിൽ ഭഗവത്പാദങ്ങളിൽ ഇല്ലേ. 1034 ശ്ലോകങ്ങളും ശ്രീമദ് ഭാഗവതത്തിനെ പിഴിഞ്ഞെടുത്തു ഭക്തി കൊണ്ട് അദ്ദേഹം. തൻ്റെ പാലാഴിയാകുന്ന ഹൃദയത്തിനെ കടഞ്ഞെടുത്തു അല്ലേ. ഹൃദയമാകുന്ന പാലാഴിനെ സംസ്കൃതമാകുന്ന മത്തുകൊണ്ട് കടഞ്ഞങ്ങടെടുത്തു അല്ലേ. അവിടെ ശ്ലോകങ്ങളും ഭക്തരിപാടും ഭംഗിയായി എഴുതിയിട്ടുണ്ട് അല്ലേ. ആ രാസക്കടയ്ക്ക് ഒതുക്കിയിരിക്കുന്ന ആ ഭക്തിരസം നോക്കൂ അല്ലേ. അകേശപാശധൃതപിഞ്ചികാവിതതി സഞ്ചലന്മകരകുണ്ടലോ ഹാരജാലവനമാലികാലളിത അങ്കരാഗന സൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതൗതം ചതം ശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഖിരൂപമീശ കലയാമകേ അല്ലേ. കാളികമർദ്ദനെ നോക്കൂ. അഥവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിതം കൃതതീർഭഗവൻ ദ്രുതമാരുതീരകനീപതരം അല്ലേ. ആ നടനമാടുന്ന പോലെ തന്നെ അവിടെ ശ്ലോകം അല്ലേ. അതുപോലെ ആ ഹിരണ്യകശിപിൻ്റെ പ്രഹ്ലാദൻ്റെ കയ്യും പിടിച്ചു വേണം. അരേ ക്വാസോ എവിടെടാ നിൻ്റെ നാരായണൻ? അച്ഛാ തൂണിൽ ഞാൻ കാണുന്നുണ്ടല്ലോ, എനിക്ക് കാണുന്നില്ല. നീ അച്ഛന് കാണില്ല, എനിക്ക് കാണുന്ന ഞാൻ തൂൺ നോക്കട്ടെ എന്നാൽ അച്ചടി. എന്താ വന്നത്? സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണോതമാചൂർണയൻ അല്ലേ. കിട്ടുകിട്ടാ എന്ന് വർപ്പിക്കുന്ന ഇതേവരെ കണ്ടില്ലാത്തൊരു രൂപം അല്ലേ. ഭഗവാൻ എങ്ങനെയാണ് ഇങ്ങനെ അവതരിച്ചത്? അതുകൊണ്ടായിരിക്കും ആ സ്ത്രീ പറഞ്ഞത് പ്രഹ്ലാദനെ വധിക്കണമെന്ന്. എന്താ കാരണം? ഇത്രയ്ക്കും എൻ്റെ ഐശ്വര്യാദിയായിരിക്കുന്ന ഭഗവാനെ ഒരു മനുഷ്യനില്ലാത്തതും മൃഗമില്ലാത്തതുമായ രൂപം എടുക്കുക വെച്ചു എൻ്റെ പ്രഹ്ലാദൻ ഉണ്ണി ഇല്ലേ. എന്തിനുകൊണ്ട്? പരമപ്രേമ ഭക്തി കൊണ്ട്. എന്താ നീ പഠിച്ചത്? അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതോ വിഷ്ണു ഭക്തി ചേന്നവലക്ഷണ അല്ലേ.
ആ ഭഗവാനോടുള്ള ആ സഖ്യം, ഭഗവാനോടുള്ള പ്രേമം, ഭഗവാനോടുള്ള സ്നേഹം, ഭഗവാൻ എൻ്റെ ഉണ്ണിയാണ്, എൻ്റെ വീട്ടിലെ അമ്മാവനാണ്, എൻ്റെ മരുമകനാണ്, എൻ്റെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞ ഭാവത്തിൽ വേണം ഭഗവാനെ കാണാൻ. അല്ലാതെ ഗുരുവായൂരിക്കുന്ന ഉണ്ണിക്കണ്ണനാണെന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ വീട്ടിൽ ഒരു ഭഗവാനുണ്ട്, ഒരു പൂജാമുറിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് വല്ല നിവേദ്യമുണ്ടോ? പല വീടുകളിൽ നിവേദ്യമില്ല. ചില വീടുകളിൽ പൂജാമുറി തന്നെ അടുക്കളയിലാണ്. ഭഗവാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ചൂടും സാമ്പാറിൻ്റെ ചൂടൊക്കെ ഭഗവാനാണ്. മൊത്തത്തിൽ അടുക്കളയിലാണ് പൂജാമുറി. നമുക്കിരിക്കാനോ 3 വലിയ റൂം, 2 ഡബിൾ ബെഡ്റൂം ഇടാനുള്ള റൂം, AC, അറ്റാച്ച്ഡ് ബാത്ത്, ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ. പാവം ഭഗവാൻ ഇരിക്കാൻ എവിടെയെങ്കിലും ഒരു മൂലയിൽ പാവം. അദ്ദേഹത്തിന് ഒരു മുന്തിരി. നമ്മൾ വീട് പൂട്ടി പോകുമ്പോൾ ഭഗവാനെ ഏർപ്പിക്കേണ്ട, കൃഷ്ണ എൻ്റെ വീട് നോക്കണേ എന്ന്. കൃഷ്ണൻ നോക്കുമോ? നോക്കില്ല. നിങ്ങൾ വല്ലതും കൊടുത്താലല്ലേ അത് നോക്കുള്ളൂ, അല്ലെങ്കിൽ നോക്കുമോ അദ്ദേഹം? നിങ്ങൾ വീട് ദിവസേന ഭഗവാൻ ഒരു പഴം കൊടുക്കൂ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി, അല്ലേ? ദിവസേന ഒരു പഴം കൊടുക്കൂ ആ ഭഗവാന്. ഒരു താമരപ്പൂ കൊടുക്കൂ. മഹാബലി കൊടുത്തതുപോലെ ഒരു അർഘ്യം കൊടുക്കൂ. ഒരു ചൊമ്പ് ജലം വയ്ക്കൂ. ഇതൊന്നുമില്ല കൃഷ്ണ. കരയൂ. ഒരു പാത്രത്തിൽ കണ്ണിനീര് കൊണ്ട് കൊടുക്കൂ അവിടെ. കൃഷ്ണ ഇതേ ഏറ്റവും എൻ്റെ ഇതേ ഉള്ളൂ. നിങ്ങൾ ഒരു ദിവസം എന്ത് കൊടുത്താലും, പൊടിയരിക്കഞ്ഞി കൊടുത്താലും പാൽപ്പായസം കൊടുത്താലും കൃഷ്ണൻ കുടിച്ചോളും. പക്ഷേ അത് ഭക്തിയോടുകൂടിയായിരിക്കണം. വിതര ഭക്തി. പഴത്തോല് കൊടുത്തപ്പോൾ ഭഗവാൻ കഴിച്ചു, ഇല്ലേ? അവിടെ ദുര്യോധന സദസ്സിൽ ചെന്നപ്പോൾ ദുര്യോധന ആഹാരം കഴിച്ചപ്പോൾ കൃഷ്ണ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ആഹാരം കഴിക്കാൻ പറ്റില്ല, നീ ദുർജനമാണ്, അല്ലേ? അവിടെ എന്താ പറ്റിയത്? അച്ഛനായ ധൃതരാഷ്ട്രന് കണ്ണ് കാണില്ല എന്ന് കണ്ട് അമ്മയായ ഗാന്ധാരിയും കണ്ണടച്ചു. അതോടുകൂടി മക്കൾ ചെയ്യുന്ന അക്രമങ്ങൾ കാണാതായി. അതുകൊണ്ടല്ലേ ആ വംശം മുഴുവൻ നശിക്കേണ്ടി വന്നത്. 100 മക്കൾ മരിച്ച് താഴെ വീണു. ഇതിന് കാരണം ആരാ? ഗാന്ധാരി തന്നെയാണ്. എന്താ? ഭർത്താവിന് കണ്ണ് കാണുന്നത് താനും കണ്ണ് കെട്ടി. മക്കൾ ചെയ്യുന്ന അക്രമം കാണാതെ പോയി, അല്ലേ? അപ്പോൾ ഭഗവാൻ അവിടെ പഞ്ചപാണ്ഡവന്മാർക്ക് വേണ്ടി ദൂത് ചെന്ന ആളാണ്. ഭഗവാൻ പറഞ്ഞു, നിൻ്റെ ആഹാരം ഞാൻ കഴിക്കാൻ പറ്റില്ല, നീ ദുർജനമാണ്. ദുർജനത്തിന് ആഹാരം കഴിച്ചാൽ ഞാനും ദുർജനമായി തീരും. 1. 2, ഞാനൊരു ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത്. ദൂതൻ കാര്യം നടന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എന്നെ കഴിക്കില്ല എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഭഗവാന് കൊടുക്കുന്ന ബ്രാഹ്മണ സ്ത്രീകൾ അവിടെ യാഗമനുഷ്ഠിച്ചു. ബ്രാഹ്മണന്മാർ അവിടുത്തെ ചെന്ന് ഉണ്ണിക്കണ്ണൻ്റെ കൂട്ടുകാരായ ഉപനന്ദൻ ശ്രീതാമം ചെന്ന് ചോദിച്ചു, ബലരാമനും ശ്രീകൃഷ്ണനും വന്നിട്ടുണ്ട്, ആഹാരം വേണമെന്ന്. ബ്രാഹ്മണന്മാർക്ക് കൊടുക്കാൻ സാധിച്ചു? അന്നം ഇല്ല. അവർ കേട്ട ഭാവന അടിച്ചില്ല. എന്താ? ഭക്തിയില്ല. ഭക്തി ഉണ്ടെങ്കിലേ ഭക്തം കൊടുക്കാൻ പറ്റുള്ളൂ. അവരെന്തിനാ യാഗം കഴിച്ചത്? ഐശ്വര്യാദികൾ വരാൻ. ഐശ്വര്യാദികൾ കൂടുതലായിട്ട് വരാണ് അവർ യാഗം കഴിച്ചത്, അല്ലാതെ ഭക്തിശ്രദ്ധയോടല്ല യാഗം കഴിച്ചതവർ. പക്ഷേ അവിടെ ബ്രാഹ്മണ ഭക്തിമാരോ പരമഭക്തന്മാരാ എന്ന് കൃഷ്ണനെ കാണുന്നു കാത്തുകൊണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ബ്രാഹ്മണ ഭക്തിമാരോട് ചെന്ന് ചോദിക്കൂ. ഇവരെന്താ ചെയ്തത്? കൃഷ്ണൻ വന്നിട്ടുണ്ടോ? ബലരാമൻ വന്നിട്ടുണ്ടോ? ഇതാ അവിടെ യാഗത്തിനുണ്ടാക്കി എല്ലാം നോക്കിക്കൊണ്ട് അറ്റ ഓട്ട അവിടേക്ക്, അല്ലേ? അപ്പോഴാണ് ഒരു ഭർത്താവ് പിടിച്ചു നിർത്തിയത്. എവിടേക്കാ നീ പോകണം? യാഗം കഴിഞ്ഞിട്ടില്ല. അവളപ്പം തന്നെ കൃഷ്ണനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് അവിടെ തന്നെ മുക്തി അടഞ്ഞു, അല്ലേ? ഇവരവിടെ കൊണ്ട് എന്താ കണ്ടത്? അവിടെ എന്താ ഭഗവാന്റെ ആ തേജോമയമായ രൂപം കണ്ടവിടെ. കപോല ചില്ലം ചിവരെ കപോലയോ സമുല്ലസൽ കുണ്ടലമാർദ്രം വീക്ഷ്യതേ, അല്ലേ? ആ 2 കുണ്ടലങ്ങൾ പ്രകാശിക്കുന്ന ആ ആപ്പിൾ മോരുടെ മുഖം, അല്ലേ? അതിൽ പ്രകാശിക്കുന്ന ഇവരെല്ലാം വെച്ചിട്ട് ഒറ്റ നമസ്കാരം, കൃഷ്ണ ഞങ്ങൾക്ക് മുക്തി തരണേ. പറ്റില്ല, മുക്തി തരാൻ പറ്റില്ല. എന്തേ? നിങ്ങളുടെ ഭർത്താക്കന്മാർ യാഗം അനുഷ്ഠിക്കണത്, യാഗം പൂർത്തിയാക്കണമെങ്കിൽ ഭാര്യ വരെ വേണം ഒപ്പം. ഏത് സത്കർമ്മം ചെയ്യുമ്പോഴും ഭാര്യ ഒപ്പം ഉണ്ടാകണം. ഒരു ദക്ഷിണ കൊടുക്കുമ്പോഴും, നമ്മുടെ വീട്ടിൽ ഒരു പുരോഹിതൻ വന്ന് പൂജ നടത്തുമ്പോഴും ഭാര്യ ഉദ്ധരണി ജലം കൊണ്ട് ഒഴിച്ച് വെള്ളം അർഘ്യം കൊടുത്താലേ ദക്ഷിണ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ പൂർത്തി. അതുകൊണ്ടാണ് അംബരീക്ഷ ദിനത്തിൽ അംബരീക്ഷൻ ദ്വാദശി വ്രതം ആചരിക്കുമ്പോൾ പത്നിയാസമം എന്നാണ് പറഞ്ഞിരിക്കണം അവിടെ, ഇല്ലേ? പണ്ടത്തെ രാജാക്കന്മാരൊക്കെ എല്ലാവരും യാഗം കഴിക്കുമ്പോൾ ഭാര്യ ഒപ്പം ഉണ്ടാവും അവിടെ, എന്നാലേ അതിന് ബലമുള്ളൂ പൂർവാധികമായിട്ട്. അതുകൊണ്ടാണ് അവരൊക്കെ പലവിധത്തിലുള്ള യാഗാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് പുത്രനായി കിട്ടുവാനും ഭഗവാൻ എത്ര ആളാണ് പ്രാർത്ഥിച്ചത്, ഇല്ലേ? അവിടെ നാഭീദേവൻ മേരുദേവിക്കും സന്താനമില്ല എന്ന് കണ്ട് യാഗാനുഷ്ഠാകുണ്ടം യാഗകുണ്ടത്തിൽ നിന്ന് ഭഗവാൻ തന്നെ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ഞാൻ ഋഷഭനായിട്ട് അവതരിക്കാം എന്നങ്ങനെ പറഞ്ഞില്ലേ? ഭഗവാൻ അവതരിച്ചില്ലേ? അതുപോലെ തന്നെ വേനൻ്റെ അനാചാരം കണ്ട് ലോകം മുഴുവൻ ഉള്ളിലേക്ക് ഇഴുത്ത ഭൂമാദേവിയെ യുദ്ധത്തിന് പോകാൻ വേണ്ടി പൃഥ്വിരാജനായിട്ട് അവതരിച്ചു ഭഗവാൻ, അർച്ചിസായിട്ടുമില്ലേ? ഇങ്ങനെയുള്ള ആ പല വിധത്തിലുള്ള ഭഗവാന്റെ ലീലകൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ശ്രീമദ് ഭാഗവതവും നാരായണിയും മാത്രമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്. അതുമാത്രമല്ല, നാമസങ്കീർത്തനാദികളെ കൊണ്ട് വേണം നമുക്ക് ഭഗവാന്റെ അടുക്കലേക്ക് എത്താൻ. ഏറ്റവും ശുദ്ധ മനസ്സോടുകൂടി സൽക്കർമ്മം ചെയ്തുകൊണ്ടും നാമസങ്കീർത്തനാദികളെ കൊണ്ടും കഥാപ്രഭാഷണങ്ങളെ കേട്ടുകൊണ്ടും നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറു പ്രഭാഷണം സമർപ്പിക്കുകയാണ്.
എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ ഈ സത്രവേദിയിൽ ഒരു പ്രഭാഷണത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന സത്രവേദിയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരത്തെയും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. നാരായണമാമനെ എൻ്റെ നമസ്കാരത്തെയും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സത വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. ബ്രഹ്മാ च विष्णु च शिवं च वाणी गौरी च लक्ष्मी च विनायक च स्कंद च शास्ता च ऋषयाञ्च सर्वे कुर्वन्तु सर्वेण मङ्गलानि. नारायण 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 नारायण. सदा सर्वत्र गोविन्दनाम सङ्कीर्तनं. गोविन्द गोविन्द.